ഹായ്, അടുത്ത ടോപ്പിക്കാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ് മെത്തേഡ്. പാർഷ്യൽ ഫ്രാക്ഷൻസ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാമെന്നാണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെയും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എൽ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് 5 ബൈ എസ് സ്ക്വയർ പ്ലസ് 6 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6. നമുക്ക് ഈ 3s പ്ലസ് 5 ബൈ എസ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് മാറ്റാം. ഇതിന്റെ ഫോർമുല എന്താണ്? അതായത് ഈ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ ഒന്ന് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. ഇപ്പൊ മുകളിൽ 3s പ്ലസ് 5, താഴെ എന്താണ്? ആഡ് ചെയ്യുമ്പോഴേ പ്ലസ് 1ഉം ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് 6ഉം വരണം. മൈനസ് 6ന്റെ ഫാക്ടേഴ്സ് എന്താണ്? 2ഉം 3ഉം വരുന്നതാണ്. 2, 3 ഇതൊന്ന് മാറ്റുമ്പോഴത്തേക്ക് എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് വരും. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 6 വരും. ആഡ് ചെയ്യുമ്പോഴോ 3 മൈനസ് 2 1 തന്നെയാണ് വരുന്നത്. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6ന് എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് എഴുതാം. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് മൈനസ് 2 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2. ഈ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2. അപ്പൊ എന്ത് വരും? 3s പ്ലസ് 5 ഈക്വൽ ടു, ഇവിടത്തെ ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ, എ ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 3 ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ നമുക്ക് എക്കും ബിക്കും വാല്യൂസ് കിട്ടുമെന്നാണ്. ഇവിടെ ഈ എസ് മൈനസ് 2 നമുക്ക് എസിന് 2 കൊടുത്താൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. പുട്ട് എസ് ഈക്വൽ ടു 2. പുട്ട് എസ് ഈക്വൽ ടു 2. അപ്പൊ എന്ത് വരും? ഇവിടെ 6 പ്ലസ് 5 11 ഈക്വൽ ടു ഈ ടേം 0. ആ ടേം എന്താണ്? ബി ഇൻറ്റു എസിന് 2 വരുമ്പോൾ 2 പ്ലസ് 3 5 അല്ലേ? അപ്പം ബി എന്താണ്? ബി എന്ന് പറയുന്നത് 11/5 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഒരിക്കൽ കൂടെ ചെയ്ത് ബി കിട്ടിക്കഴിഞ്ഞു എ കണ്ടുപിടിക്കണം. എ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ എന്താണ്? എസിന് -3 കൊടുത്താലും മതി. എസിന് -3 കൊടുത്താൽ ഈ ടേം ക്യാൻസൽ ആവും. അപ്പൊ എന്താണ്? പുട്ട് എസ് ഈക്വൽ ടു -3. പുട്ട് എസ് ഈക്വൽ ടു -3 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? നമ്മുടെ ഈ ഇക്വേഷൻ ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം ഇതിന്. അപ്പൊ അതിന് എസിന് -3 കൊടുത്താൽ എന്ത് വരും? -9 പ്ലസ് 5, അതായത് -4 ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് 2 -3 മൈനസ് 2 ബി ഇൻറ്റു അതങ്ങ് പോയി. അപ്പൊ എന്താണ്? -4 ഈക്വൽ ടു -5 എ എന്ന് കിട്ടി. അപ്പൊ എ എന്താണ്? -4/-5, അതായത് 4/5 എന്ന് കിട്ടി. നമുക്ക് എക്കും ബിക്കും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? അതായത് എ ബൈ എസ് പ്ലസ് 3. എ എത്ര? 4/5 ബൈ എസ് പ്ലസ് 3 ഇങ്ങനെയല്ലേ? എക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4/5 ബൈ എസ് പ്ലസ് 3 പ്ലസ് ബിയുടെ വാല്യൂ എത്ര? 11/5 ബൈ എസ് മൈനസ് 2 ഇങ്ങനെ മാറ്റി എഴുതി. അപ്പൊ നമ്മുടെ ഇത് ഏത് രീതിയിലായി? ഇതിന് പകരം എൽ ഇൻവേഴ്സ് ഓഫ് അത് എഴുതിയ പോലെ 4/5 ബൈ എസ് പ്ലസ് 3 പ്ലസ് 11/5 ബൈ എസ് മൈനസ് 2 ഇങ്ങനെ ആയി കഴിഞ്ഞു. നമ്മൾ ഇതിനെയാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്, ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഇനി ഇതിന് പകരം ഇതുപോലെ ഇനി ബാക്കി ചെയ്താൽ മതി. ബാക്കി സിമ്പിൾ ആണ്. നമുക്ക് രണ്ട് എൽ ഇൻവേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ആദ്യത്തെ ടൈം 4/5 എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 3 ഒരു ടൈം കിട്ടി. പ്ലസ് അടുത്തതോ 11/5 എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 2 ഇതല്ലേ? എന്താണ്? ഇപ്പൊ 4/5 വെളിയിലുണ്ട്. എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 3 e⁻³ ആണ്. e⁻³ പ്ലസ് അടുത്ത് 11/5 എന്താണ്? 1/s മൈനസ് 2 ഇനി e⁻²t. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. Okay.
ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 10s പ്ലസ് 13 ബൈ എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 6. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമുക്ക് ആദ്യം ഒന്ന് ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ റൂട്ട്സ് കിട്ടും. എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 6ന്റെ റൂട്ട്സ് ആണ്. എസിന് -1, 2, 3 3 വാല്യൂസ് കിട്ടും. അപ്പൊ ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ മാറ്റാം? എൽ ഇൻവേഴ്സ് ഓഫ് ആ ന്യൂമറേറ്റർ അതേപോലെ എഴുതിയിട്ട് എസ് സ്ക്വയർ മൈനസ് 10s പ്ലസ് 13 ബൈ ഡിനോമിനേറ്റർ എന്താണ്? എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 3. ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. എന്നിട്ട് വേണം ചെയ്തു തുടങ്ങാൻ. അപ്പൊ ഇതെന്താണ്? ഈ ഡിനോമിനേറ്ററിന് നമ്മൾ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ റൂട്ട്സ് കിട്ടും. റൂട്ട്സ് എന്താണ്? റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ കിട്ടുമ്പോഴത്തേക്ക് എസിന് -1, 2, 3. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റാം. എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 3. ഇനി നമുക്ക് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് മാറ്റാം. അതായത് എസ് സ്ക്വയർ മൈനസ് 10s പ്ലസ് 13 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 3. ഇതിനെങ്ങനെ എഴുതാം? എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് മൈനസ് 2 പ്ലസ് സി ബൈ എസ് മൈനസ് 3. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇനി എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ വെച്ച് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ആ ഡിനോമിനേറ്റർ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എങ്കിൽ ഇനി മൾട്ടിപ്ലൈ എന്ത് വരും? ഈ ടേം വെട്ടിപ്പോ ബാക്കി മുകളിലെത്തത് മാത്രം. എസ് സ്ക്വയർ മൈനസ് 10s പ്ലസ് 13 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എസ് പ്ലസ് 1 പോയിട്ട് ബാക്കി രണ്ടും വരും. എ ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 പോയിട്ട് ബാക്കി രണ്ടും വരും. എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 3 പ്ലസ് സി ഇൻറ്റു ഈ എസ് മൈനസ് 3 പോയിട്ട് ബാക്കി രണ്ടും വരും. എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2. ഇതല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിന് 2 കൊടുക്കാം, എസിന് 3 കൊടുക്കാം, എസിന് -1 കൊടുക്കാം. അപ്പോഴത്തെ ഈ 3 വാല്യൂസും കിട്ടും. അതായത് പുട്ട് എസ് ഈക്വൽ ടു 2. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? എസിന് 2 കൊടുത്താൽ ഈ ടൈം ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ എസിന് 2 കൊടുക്കാം, അതേപോലെ എസിന് 3 കൊടുക്കാം. ആ റൂട്ട്സ് അതേപോലെ കൊടുക്കുകയാണ്. എസിന് -1 കൊടുക്കാം. അപ്പൊ എസിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? ഈ ഇക്വേഷൻ 2 കൊടുക്കുകയാണ്. 4 മൈനസ് 40 അല്ല 20 പ്ലസ് 13 ഈക്വൽ ടു. അപ്പൊ ഈ ടേം ഇല്ല, ഈ ടേമും ഇല്ല. 2 അല്ലേ കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും 0 ആയി പോകും. പിന്നെ ഇവിടെ എന്ത് വരും? ബി ഇൻറ്റു 3 ഇൻറ്റു 2 മൈനസ് 3 -1. അപ്പൊ എന്താണ്? -3b. ഇവിടെ എന്താണ്? -16 പ്ലസ് 13 -3 ഈക്വൽ ടു -3b എന്നാണ്. അപ്പം ബി എത്രയാണ്? 1 ആണ് കിട്ടി. ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഇതേപോലെ നമുക്ക് എസിന് പുട്ട് എസ് ഈക്വൽ ടു -1. എസിന് -1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 10 പ്ലസ് 13 ഈക്വൽ ടു എസിന് -1 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ട് ടേമും ഇല്ല. അപ്പൊ ഇവിടെ എന്ത് വരും? എ ഇൻറ്റു എസിന് -1 കൊടുക്കുമ്പോൾ -1 -2 -3 -1 കൊടുക്കുമ്പോൾ എന്താണ്? -1 -3 -4. ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 11 24 എന്ന് വരും. 24 ഈക്വൽ ടു 12a. അപ്പൊ എ എത്രയാണ്? എ 2 എന്ന് കിട്ടും. എ എന്താണ്? 24/12 ആണ്. 2 എന്ന് കിട്ടും. അപ്പൊ എക്കും വാല്യൂ കിട്ടി. ഇനി എന്തും കൂടെ ഉള്ളോ? സിക്ക് ഒരു വാല്യൂ കൂടെ കിട്ടണം. അതിനെന്ത് ചെയ്യും? ഇനി അടുത്ത് കൊടുക്കേണ്ടത് പുട്ട് എസ് ഈക്വൽ ടു 3. പുട്ട് എസ് ഈക്വൽ ടു 3 കൊടുക്കാം. എസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എന്ത് വരും? 9 -30 പ്ലസ് 13 ഈക്വൽ ടു അല്ലേ? 9 -30 പ്ലസ് 13 ഈക്വൽ ടു എസിന് 3 ആണ്. അപ്പൊ ഈ ടേം 0, ഈ ടേമും 0. ഇത് മാത്രമേ ഉള്ളൂ. സി ഇൻറ്റു 3 പ്ലസ് 1 4 3 മൈനസ് 2 1 അല്ലേ? ഇതെന്താണ്? -21 പ്ലസ് 13 ഈക്വൽ ടു 4c എന്നാണ്. ഇതെന്ത് വരും? 8 -8 ആണ്. -8 ഈക്വൽ ടു 4c ആണ്.
അപ്പൊ സി എന്താണ് -8/4, അതായത് -2. എല്ലാ വാല്യൂസും കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇതിനെങ്ങനെ എഴുതാം? അതായത് നമ്മളെ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി ഇതിന്റെ ആവശ്യമില്ല. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 2 ആണ്. 2/s+1 പ്ലസ് ബിയുടെ വാല്യൂ 1 ആണ്. 1/s-2 പ്ലസ് സിയുടെ വാല്യൂ -2 ആണ്. -2/s-3. അപ്പൊ എന്തായി? ഇതാണ് ഇങ്ങനെ മാറ്റിയത്. അപ്പൊ ഇതിന് വരെ എന്ത് ചെയ്താൽ മതി? L ഇൻവേഴ്സ് ഓഫ് 2/s+1 പ്ലസ് 1/s-2 -2/s-3. ഇതല്ലേ അല്ലേ? ഇനി ഇൻവേഴ്സ് ആണ് എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. എന്തായി? 2L ഇൻവേഴ്സ് ഓഫ് 1/s+1 ഒരു ടേം പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/s-2 -2L ഇൻവേഴ്സ് ഓഫ് 1/s-3. ഇങ്ങനെയായി. ഇതെന്താണ്? 1/s+1ന് e⁻t ആണ്. 1/s-2ന് e⁻2t. -2 ഇതെന്താണ്? 1/s-3ക്ക് e⁻3t. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ L ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ആദ്യം ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? s+2/s+1 the whole square into s-2 എന്നാണ്. ഇതിനെങ്ങനെ എഴുതാം? a/s-2 പ്ലസ് b/s+1 പ്ലസ് c/s+1 the whole square. ഇങ്ങനെയാണ് മെത്തേഡ്. ഇവിടെ s+1 the whole square ഇല്ലേ? അപ്പൊ നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് 3 ആയിട്ട് വേണം. അപ്പൊ ഒന്നെന്താണ്? a/s-2 പ്ലസ് അടുത്തത് b/s+1 അടുത്തത് c/s+1 the whole square. ഇങ്ങനെ നമ്മൾ 3 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇനി എന്താണ്? നമുക്ക് മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ഈ ഡിനോമിനേറ്റർ. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ s+1 the whole square into s-2 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് വരും? 1 ബിക്കംസ്, ഈ ഡിനോമിനേറ്റർ വെട്ടിപ്പോകുമല്ലോ. അപ്പൊ s+2 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? a ഇൻറ്റു ഈ രണ്ട് ടേം വരും. ഈ രണ്ട് ടേം അല്ല, നമ്മൾ ഇതല്ലേ മൾട്ടിപ്ലൈ ആണത്. അപ്പൊ ഒരു s-2ഉം ഒരു s+1ഉം വെട്ടിപ്പോയിട്ട് ബാക്കിയുള്ളതേ വരുള്ളൂ. a ഇൻറ്റു അപ്പൊ എന്ത് വരും? s-2 വെട്ടിപ്പോയി, s-2 മാത്രം വെട്ടിപ്പോയി, ബാക്കി അവിടെ ഉണ്ട്. അപ്പൊ a ഇൻറ്റു s+1 the whole square എന്ന് വരും. പ്ലസ് അല്ലേ? അപ്പൊ നമ്മള് ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ s-2 മാത്രം വെട്ടിപ്പോയിട്ട് ബാക്കി a ഇൻറ്റു s+1 the whole square എന്ന് വരും. പ്ലസ് b ഇൻറ്റു ഒരു s+1 മാത്രം വെട്ടിപ്പോകും, പിന്നെ ഒരു s+1 ഉണ്ട്, ഒരു s-2 ഉണ്ട്. b ഇൻറ്റു s+1 ഇൻറ്റു s+2 അല്ല s-2 അല്ലേ? ഒരു s+1 മാത്രം വെട്ടിപ്പോകും, ബാക്കി എന്താണ്? s+1 ഇൻറ്റു s-2 പ്ലസ് c ഇൻറ്റു ഇവിടെ s+1 the whole square വെട്ടിപ്പോകും, ബാക്കി ഇനി s-2 ഉള്ളൂ. ഇങ്ങനെയല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് എസിന് 2 കൊടുക്കാം, എസിന് -1 കൊടുക്കാം. അപ്പോഴത്തേക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ആദ്യം പുട്ട് s = 2. പുട്ട് s = 2 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഇക്വേഷൻ ബിക്കംസ് 2 കൊടുക്കുമ്പോൾ 2 + 2 4 = 2 കൊടുക്കുകയാണ്. അപ്പൊ ഈ ടേമും ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. a ഇൻറ്റു 2 + 1 3യുടെ സ്ക്വയർ 9 ഇതല്ലേ? അപ്പൊ എന്താണ് a എന്ന് പറയുന്നത്? 4/9. നമുക്ക് a കിട്ടിക്കഴിഞ്ഞു 4/9 എന്നാണ്. ഇനി എന്താണ്? നമുക്ക് പുട്ട് s = -1 കൊടുക്കാം. എസിന് -1 കൊടുക്കുമ്പോൾ എന്ത് വരും? എസിന് -1 ആണ് കൊടുത്തത്. അപ്പൊ ഇക്വേഷൻ എന്താവും? -1 + 2 അതായത് 1 = -1 കൊടുക്കുകയാണ്. അപ്പൊ ഇത് 0 ഇത് 0, ആ ടേം മാത്രം ഉണ്ട്.
സി ഇൻറ്റു -1 -2 -3 ആണ്. അപ്പൊ സി എത്ര കിട്ടും? -1/3 എന്ന് കിട്ടും. സിക്കും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എക്ക് 4/9 എന്ന് കിട്ടി. സിക്കും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്, നമുക്ക് എക്കും സിക്കും വാല്യൂ ആയി, ബിക്ക് കൂടെ കിട്ടാറുണ്ട്. ബി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ് ഇല്ല. നമ്മുടെ റൂട്ട്സ് -1ഉം 2 മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി എന്തേ ചെയ്യാവുള്ളൂ? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ്, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേംസ്. ഇതിൽ ഏതെങ്കിലും ചെയ്താൽ ഇനി അടുത്തൊന്നും കൂടെ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ ചെയ്യാം. ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എസ് സ്ക്വയർ ഉണ്ടോ? ഇല്ല. ഇവിടെ 0 ആണ്. എസ് സ്ക്വയർ ഇല്ല. അപ്പൊ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 ഈക്വൽ ടു, ഇവിടെ എസ് സ്ക്വയർ വരുന്നത് എന്താണ്? എസ് സ്ക്വയർ എസ് സ്ക്വയർ അല്ലേ? അപ്പൊ എ വരും. എ കോഎഫിഷ്യന്റ് എ പ്ലസ് ഇവിടെ എന്ത് വരും? ബി എസ് സ്ക്വയർ. അപ്പൊ കോഎഫിഷ്യന്റ് ബി. ഇവിടെ എസ് സ്ക്വയർ ഇല്ല. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. എ 4/9 ആണ്. അപ്പം ബി എന്താണ്? ബി എന്ന് പറയുന്നത് -a ആണ്. അതായത് -4/9 ആണ്. നമുക്ക് 3 വാല്യൂസും കിട്ടി കഴിഞ്ഞില്ലേ? അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? അതായത് a/s-2. a എത്ര? 4/9. 4/9/s-2 പ്ലസ് b എത്ര? -4/9/s+1 പ്ലസ് c എത്ര? -1/3/s+1 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ മാറി. ഇതെന്തോന്നാണ്? നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് s+2/s+1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു s-2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഇതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. എൽ ഇൻവേഴ്സ് ഓഫ് ഇത്രയും കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി ചെയ്യാൻ എളുപ്പമാണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പക്ഷെ പാർഷ്യൽ ഫ്രാക്ഷൻസ് നമുക്ക് എല്ലാ ഫോർമുലയും അറിഞ്ഞിരിക്കണം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ എല്ലാ ഫോർമുലയും അറിയാവുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതെന്താക്കാം? നമുക്ക് സെപ്പറേറ്റ് ആക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 4/9/s-2 ഒരെണ്ണം മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 4/9/s+1 മൈനസ് വീണ്ടും എൽ ഇൻവേഴ്സ് ഓഫ് 1/3/s+1 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ? ഇനി എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് വെളിയിലാക്കാം. 4/9 എൽ ഇൻവേഴ്സ് ഓഫ് 1/s-2 മൈനസ് വീണ്ടും 4/9 വെളിയിലാക്കിയിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 മൈനസ് ഇവിടെ 1/3 വെളിയിലാക്കിയിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? ഇതെന്താണ്? 1/s-2ന് e⁻²t ആണ്. അപ്പൊ ഒരു 4/9 ഉണ്ട്. പിന്നെ e⁻²t മൈനസ് 4/9 ഉണ്ട്. ഇതെന്താണ്? e⁻−t മൈനസ് 1/3. ഇതെന്താണ്? ഈ s+1നെ നമുക്ക് ആ +1 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോഴേ e⁻−t. ബാക്കി എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² കൂടെ വരും അല്ലേ? ഇനി എന്റെ ആൻസർ നോക്കാം. അതായത് 4/9 e⁻²t മൈനസ് 4/9 e⁻−t മൈനസ് e⁻−t/3. ഇനി എന്താണ്? 1/s² t ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്ത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് മാറ്റാം. 3s + 2/s-1 ഇൻറ്റു s² + 1. ഇതിനെങ്ങനെ മാറ്റാം? നമ്മൾ +2 ഇതിന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ മാറ്റാം? a/s-1 ഒരെണ്ണം a/s-1. ഇനി എന്താണ്? s² + 1 ആണ്. അതുകൊണ്ട് bs + c പ്ലസ് bs + c/s² + 1. ഇതാണ് നമ്മുടെ മെത്തേഡ്. +2 പഠിച്ച മെത്തേഡാണ്. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റുന്ന കുറെ ഫോർമുലസ് +2 പഠിച്ചിട്ടുണ്ട്. അതിലുള്ളതാണ്. ഒന്നെന്താണ്? a/s-1
അടുത്ത് എന്താണ്? അടുത്ത് വരുന്നത് എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ എന്താണ്? ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ഈ ടേം. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? ഇതങ്ങ് ക്യാൻസൽ ആയിട്ട് പോകും. 3s പ്ലസ് 2 ഈക്വൽ ടു എസ് മൈനസ് 1 വെട്ടി പോയിട്ട് എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 1 വെട്ടി പോയിട്ട് എസ് മൈനസ് 1 അല്ലേ? ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എസ് ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. അത് ആദ്യം കൊടുക്കാം. പുട്ട് എസ് ഈക്വൽ ടു 1. പുട്ട് എസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഇക്വേഷൻ ബിക്കംസ് എന്താണ്? 3 പ്ലസ് 2 5 ഈക്വൽ ടു നമ്മൾ എസിന് 1 കൊടുക്കുകയാണ്. അപ്പൊ ഈ ടേം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1 അപ്പൊ 2. അപ്പൊ എ എന്താണ്? എ എന്ന് പറയുന്നത് 5/2 ആണ്. എക്ക് വാല്യൂ കിട്ടി. ഇനി ബി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ് ഇല്ല. ആകെ ഒരു റൂട്ടേ ഉള്ളൂ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. റിയൽ റൂട്ട് ഒരെണ്ണേ ഉള്ളൂ, അത് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈം ചെയ്യാം. എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ ചെയ്ത് നോക്കാം. ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ, ഇത് മെത്തേഡാണ്. നമ്മൾ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എസ് സ്ക്വയർ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ 0. എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0. ഇവിടെ എന്താണ്? എ എസ് സ്ക്വയർ എന്ന് വരുമല്ലോ. അപ്പൊ എ ആണ് കോഎഫിഷ്യന്റ്. ഇവിടെ എന്ത് വരും? ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ബി എസ് സ്ക്വയർ വരുമല്ലോ. അപ്പൊ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. അപ്പൊ ബി എത്ര? എ 5/2 ആണ്. അപ്പം ബി മൈനസ് 5/2 അല്ലേ? എയും ബിയും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്തായി? നമുക്ക് ഇന്ന് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റി. നമ്മുടെ ഇക്വേഷൻ എന്തായി? എ ബൈ അതായത് 5/2 ബൈ എസ് മൈനസ് 1 പ്ലസ് ഇനി ഒരു സി കൂടെ കണ്ടുപിടിക്കാനുണ്ട്, അത് വിട്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ഇക്വേഷൻ കളഞ്ഞു. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു സി കൂടെ ഉണ്ടായിരുന്നു. സി കൂടെ ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്നത് എന്താണ്? ത്രീ എസ് പ്ലസ് 2 ഈക്വൽ ടു എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 എന്നായിരുന്നു അല്ലേ? നമ്മൾ എയും ബിയും മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇത് സിയും കൂടെ ഉണ്ട്. സി എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ്. ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻസ് ഓഫ് എസ്. ഇവിടെ എസിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3 ഈക്വൽ ടു ഇവിടെ എസ് ഉണ്ടോ? ഇവിടെ എസ് ഇല്ല. പക്ഷെ ഇവിടെ എസ് വരും. എസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നതായിരിക്കും. കാരണം ഇത് ഇനി മാറ്റിയെടുക്കാൻ പാടില്ലേ. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈംസ് കൊടുക്കാം. കോൺസ്റ്റന്റ് ടൈംസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണ്? 2 ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണ്? എ അല്ലേ? എ വരും. പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് എന്താണ്? പ്ലസ് സിയും മൈനസ് 1 കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴും മൈനസ് സി. മൈനസ് സിയുടെ ഒരു ടൈം ഉണ്ട്, അതാണ് കോൺസ്റ്റന്റ് ടൈം അല്ലേ? ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈം ഇതൊന്ന് ബ്രാക്കറ്റ് മാറ്റി എടുക്കുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഈ സിയും മൈനസ് 1 കൂടെ ഇൻറ്റു ചെയ്ത് ഒരു മൈനസ് സിയും കൂടെ ഉണ്ട്. ഇനി എന്താണ്? നമുക്ക് എ നമുക്ക് അറിയാമല്ലോ. അപ്പൊ സി എത്രയാണ്? സി എന്ന് പറയുന്നത് എ മൈനസ് 2 ആണ്. എ എത്ര? 5/2 മൈനസ് 2. അപ്പൊ എന്ത് വരും? 5 മൈനസ് 4/2 എന്നാണ്. അതായത് 1/2 എന്ന് കിട്ടും. എല്ലാ വാല്യൂസ് ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതാമല്ലോ. സിക്ക് 1/2 കിട്ടി. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് എ അറിയാം. എത്ര? എ 5/2. 5/2 ബൈ എസ് മൈനസ് 1 പ്ലസ് ബി മൈനസ് 5/2 മൈനസ് 5/2 എസ് പ്ലസ് സി 1/2 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. കണ്ടോ? ഇങ്ങനെ മാറി കിട്ടി. ഇനി ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇതിന്റെ എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് 2 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ കൂടെ എൽ ഇൻവേഴ്സ് കൊടുത്താൽ മതിയല്ലോ. എൽ ഇൻവേഴ്സ് ഓഫ് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്.
ചെയ്ത് നോക്കാം. ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ആദ്യത്തെ ടേം എന്താണ് 5/2/s-1 ഒരെണ്ണം പ്ലസ് ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി വേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് -5/2s/s² ഒരു ടേം അല്ലേ. ഇനി എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1/2/s²+1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/2/s²+1 ഇങ്ങനെയായി. അപ്പൊ എന്താണ് ആദ്യം ഇതിന്റെ എൽ ഇൻവേഴ്സ്, പിന്നെ ഇത് നമുക്ക് രണ്ടാക്കി എടുക്കാം. -5/2s/s²+1 1/2/s²+1. അപ്പം 3 ടേംസ് കിട്ടി. ഇനി ഇവിടെ എന്താണ് ഈ 5/2 വെളിയിലാക്കാം. 5/2 എൽ ഇൻവേഴ്സ് ഓഫ് 1/s-1. ഇവിടെ നിന്ന് -5/2 വെളിയിലെടുക്കാം. -5/2 എൽ ഇൻവേഴ്സ് ഓഫ് s/s²+1 പ്ലസ് 1/2 എൽ ഇൻവേഴ്സ് ഓഫ് 1/s²+1 അല്ലേ. ഇനി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്താണ് 1/s-1 e⁻t ആണ്. അപ്പൊ ഒരു 5/2 e⁻t മൈനസ് 5/2 ഇതെന്താണ്, ഇത് കോസ്റ്റിയുടെ ആണ്. അപ്പം 5/2 കോസ്റ്റി. അടുത്തത് 1/2 അതെന്തിനാണ്, സൈൻ ടിയുടെ ആണ്. മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വരെ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അതായത് 5s + 3/s-1 ഇൻറ്റു s² + 2s + 5. നമുക്ക് ഇതിന്റെ കറക്റ്റ് റൂട്ട് എടുക്കാൻ പറ്റാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യും, അതായത് ഇൻറ്റു ചെയ്യുമ്പം 5ഉം ആഡ് ചെയ്യുമ്പം 2ഉം വരുന്ന നമ്പേഴ്സ് ഇല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് a/s-1 ഒരെണ്ണം പ്ലസ് അടുത്തത് bs + c നേരത്തെ എടുത്തതുപോലെ bs + c ബൈ മറ്റേ ഒറ്റ ടേം ഉണ്ട് s² + 2s + 5. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. നേരത്തെ അതേ രീതിയിൽ. അപ്പൊ a/s-1 പ്ലസ് ബാക്കി എന്താണ്, ഇതിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് bs + c ബൈ s² + 2s + 5. ഇനി എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ഈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ s-1 ഇൻറ്റു s² + 2s + 5. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. അപ്പൊ ആ ഇക്വേഷൻ എന്താവും, 5s + 3 = ഇവിടെ എന്താവും s-1 വെട്ടിപ്പോയിട്ട് a ഇൻറ്റു ഇത് വരും അല്ലേ, a ഇൻറ്റു s² + 2s + 5 വന്ന് വരും. പ്ലസ് അടുത്തെന്താണ് bs + c ഇൻറ്റു s-1 അടുത്ത ടേം. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ചെയ്യാം. s ന് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ പുട്ട് s = 1 ആദ്യം ചെയ്യാം. പുട്ട് s = 1. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും, s ന് 1 കൊടുക്കുകയാണെങ്കിൽ അപ്പൊ 5 + 3 8 s ന് 1 കൊടുക്കുകയാണെങ്കിൽ അപ്പൊ a ഇൻറ്റു 1 + 2 + 5 8 പ്ലസ് അത് വേണ്ടല്ലോ, s ന് 1 കൊടുക്കുമ്പോൾ അത് 0 ആണ്. അപ്പൊ എന്ത് വരും, എക്ക് 1 എന്ന് കിട്ടി. നമുക്ക് ഒരു റൂട്ട് കിട്ടി, എക്ക് 1 എന്ന് കിട്ടി. ഇനി അടുത്തെന്താണ്, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ് ഇല്ല. അപ്പൊ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് s², ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് s, അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേംസ് ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് s² ചെയ്യാം. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് s². s² ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ s² ഇല്ല, 0 = ഇവിടെ s² വരുന്ന എന്താണ്, a² അപ്പൊ a പ്ലസ് ഇവിടെ എന്ത് വരും, b² വരും. അപ്പം b വരും. a 1 ആണ്, അപ്പം b - 1 ആണ്. a + b 0 ആണ്, അപ്പം b - 1. ഇനി നമുക്ക് ചെയ്യേണ്ടത് s-നെക്കാളും s ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബ്രാക്കറ്റ് മാറ്റി വരണ്ടേ, നമുക്ക് കോൺസ്റ്റന്റ് ടേം കൊടുക്കാം. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേംസ്, ഇക്വേറ്റിംഗ് ദി കോൺസ്റ്റന്റ് ടേംസ്. എസും കൊടുക്കാം, നമ്മുടെ ബ്രാക്കറ്റ് മാറ്റി ചെയ്താൽ മതി. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേംസ് വരുമ്പോൾ എന്താണ്, ഇവിടെ 3 ഉണ്ട്. 3 = ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാണ്, 5a. ഇവിടെ എന്ത് വരും, ഒരു -c ഉണ്ട് അല്ലേ. നമുക്ക് എയുടെ വാല്യൂ 1 ആണെന്ന് അറിയാം. അപ്പൊ 3 = 5 - c ആണ്. അപ്പൊ c എന്താണ്, 2 ആണ്.
അല്ലേ? നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. എക്ക് 1 ആണ്, ബിക്ക് -1 ആണ്, സിക്ക് 2, എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഇക്വേഷൻ നമ്പർ 1 നമുക്ക് മാറ്റി എഴുതാം. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. എക്ക് എന്താണ് കിട്ടിയത്? എക്ക് 1 എന്നാണ് കിട്ടിയത്. 1/s-1. ബിക്ക് -1 -s പ്ലസ് സിക്ക് 2/s² പ്ലസ് 2s പ്ലസ് 5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഇതിന് വീണ്ടും സെപ്പറേറ്റ് ആക്കണം. ഒന്നും കറക്റ്റ് ഫോമിൽ കിട്ടിയില്ലല്ലോ. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയ കറക്റ്റ് ഫോമിൽ കിട്ടിയില്ല. അപ്പൊ എന്താണ്? നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് കൊടുത്താണ് ചെയ്തത്. അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇതിനകത്ത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ 1/s-1 ഓക്കെയാണ്. പ്ലസ് -s പ്ലസ് 2 അതോടെ കിടക്കട്ടെ. ഇവിടെ എന്താണ്? എസിന്റെ കോഎഫിഷ്യന്റ് 2, 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1, ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. 1 - 1 പ്ലസ് 5. അപ്പൊ എന്തായി? 1/s-1 പ്ലസ് -s പ്ലസ് 2 ഇത്രയും എന്താണ്? s+1 ദ ഹോൾ സ്ക്വയർ ആണ്. s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ആണ്. ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ s+1 വന്നതുകൊണ്ട് ഇവിടെയും കൂടെ s+1 വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അവിടെയും കൂടെ s+1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം 1/s-1 ഉണ്ട് പ്ലസ് ആ ഒരു മൈനസ് അങ്ങ് വെളിയിലാക്കാം. അപ്പൊ മൈനസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? s-2 എന്നാണ്. s-2 s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4. ഇങ്ങനെയല്ലേ? നമ്മൾ ഈ മൈനസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. ഇനി എന്താണ്? ഈ എസിന്റെ സ്ഥാനത്ത് s+1 വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 1/s-1 ഉണ്ട് മൈനസ് എസിന് പകരം s+1 -1 -2/s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇങ്ങനെ ആക്കാം. ഇനി എന്ത് ചെയ്യാം? ഇതിനൊന്ന് മാറ്റുമ്പോഴത്തേക്ക് 1/s-1 ഉണ്ട് മൈനസ് അടുത്തെന്താണ്? ഒന്ന് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ s+1 -1ഉം ഈ മൈനസ് മാറ്റിയല്ലോ. ഈ -1ഉം ആ -2ഉം കൂടെ -3/s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ 1/s-1 ഒരു ടേം ആണ് മൈനസ് അടുത്ത് എന്ത് വരും? s+1/s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഉണ്ട്. അടുത്ത് -3/s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇത്രയായി. നമുക്കിതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്? ഇതിന്റെ എൽ ഇൻവേഴ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പൊ എന്തായി? ഇതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഈ താഴെ എത്തിയതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്ത് വരും? ഈ ടേം ആണ്. ഇതെന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s-1 e⁻t മൈനസ് അടുത്തെന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് s+1/s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 അതൊരു ടേം. അടുത്തെന്താണ്? പ്ലസ് 3 എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇങ്ങനെയല്ലേ? അപ്പൊ ഇത് എൽ ഇൻവേഴ്സ് മൈനസ് ആണ്. അടുത്തത് പ്ലസ് വന്നു. നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു e⁻t ആദ്യം ഉണ്ടായിരുന്നു മൈനസ്. ഇനി എന്താണ്? s+1 +1 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കാം. അപ്പൊ e⁻t ബാക്കി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് s/s² പ്ലസ് 4 അല്ലേ? സിമ്പിളായി. അടുത്തതോ? പ്ലസ് ഒരു 3 ഉണ്ട്. +1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോൾ e⁻t ബാക്കി എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 4 എന്നായി. ഇനി ചെയ്യാൻ എളുപ്പമാണ്. ഇനി എന്താണ്? e⁻t മൈനസ് e⁻t എന്താണ്? s/s² പ്ലസ് 4നെ cos 2t. അടുത്തത് പ്ലസ് 3e⁻t ഇതെന്താണ്? sin 2t/2 ആണ്.
അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ശരിയാണോ നോക്കാം. ഇ റൈസ് ടു മൈനസ് ടി, ഇത് ഇ റൈസ് ടു ടി മൈനസ് ടി അല്ല, ആദ്യത്തെ ഇ റൈസ് ടു ടി ആണ്. ആദ്യത്തത് ഇ റൈസ് ടു ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ടി കോസ് 2t പ്ലസ് 3/2 ഇ റൈസ് ടു മൈനസ് ടി സൈൻ 2t. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാം. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് ബൈ എസ് റൈസ് ടു 4 മൈനസ് എ റൈസ് ടു 4. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. എസ് ക്യൂബ് ബൈ എസ് റൈസ് ടു 4 മൈനസ് എ റൈസ് ടു 4 നമുക്ക് എസ് ഇൻറ്റു എസ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എസ് ക്യൂബിന് പകരം എസ് ഇൻറ്റു എസ് സ്ക്വയർ. എസ് റൈസ് ടു 4 മൈനസ് എ റൈസ് ടു 4ന് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഇനി എന്താണ്? എസ് ഇൻറ്റു ഈ എസ് സ്ക്വയറിന് പകരം എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഇനി എന്താണ്? അങ്ങനെയാണെങ്കിൽ ഒരു 1/2 കൂടെ വേണം. ഒരു 1/2 കൂടെ കൊടുത്താൽ പോരെ? ഈ എസ് സ്ക്വയറിന് പകരം ഇതിനൊന്ന് ആഡ് ചെയ്ത് എഴുതി. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ വെട്ടിക്കൊണ്ട് 2 സ്ക്വയർ എന്ന് വരും. പക്ഷെ ഇവിടെ എസ് സ്ക്വയറേ ഉള്ളൂ. അപ്പൊ ബൈ 2 കൊടുത്താൽ മതി. ബൈ എന്താണ് ഡിനോമിനേറ്റർ? എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പ്രത്യേകത ഉണ്ട് ചെയ്യാനായിട്ട്. ഇനി എന്ത് ചെയ്യണം? ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരു s/2 ഉണ്ട് വെളിയില്. ബാക്കി എന്താണ്? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് അടുത്തെന്ത് വരും? എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നമുക്കിങ്ങനെ എഴുതാമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഓരോ ടൈം വെട്ടിപ്പോകും. ബാക്കി എന്ത് വരും? അതായത് എൽ ഇൻവേഴ്സ് ഓഫ് നമ്മുടെ ഈ ഫംഗ്ഷൻ എങ്ങനെ മാറി? ഒരു s/2 വെളിയിലുണ്ട്. ബാക്കി എന്താണ്? ഇവിടെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വെട്ടിപ്പോയിട്ട് 1/s സ്ക്വയർ മൈനസ് എ സ്ക്വയർ 1/s സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് അവിടെ എന്താണ്? 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ആ എസും കൂടെ അകത്തോട്ട് കയറ്റിയാൽ മതി. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. ആ ബൈ 2നെ വെളിയിലാക്കാം. ആ എസും കൂടെ അകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് 1/2 എൽ ഇൻവേഴ്സ് ഓഫ് എസ് അകത്തോട്ട് കയറ്റുമ്പോൾ എന്താണ്? എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് നമ്മുടെ സാധാ ഫോർമാറ്റിലായല്ലോ. പ്രത്യേകിച്ച് എടുത്താൽ മതി. 1/2 എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് അടുത്തത് എന്താണ്? 1/2 എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതല്ലേ? ഇതെന്താണ്? 1/2 എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ്? കോസ് എച്ച് എ ടി. കോസ് എച്ച് എ ടി. അടുത്ത എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? വെറും കോസ് എ ടി പ്ലസ് 1/2 കോസ് എ ടി. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.